സ്നേഹത്തിന്റെ ശത്രുക്കൾ, അവർ മശായിഖന്മാരെ പ്രതിപക്ഷത്താ. അപ്പൊ അവർ കരുണക്ക് പകരം ക്രൗര്യമാണ് ഇവിടെ സമ്മാനിച്ചത്. സെലഫികൾ ഇവിടെ കരുണക്ക് പകരം ക്രൗര്യമാണ് സമ്മാനിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ പച്ച വർഗീയതയും തോന്നിവാസവും പറഞ്ഞു വെച്ചവർ ഈ പുരോഹിത വർഗമാണ്. അതുപോലെ തന്നെ ആഗോള തീവ്രവാദത്തിന് എല്ലാവിധ ആശംസകളും അല്ലെങ്കിൽ അവരൊക്കെ വെള്ളപൂശുന്ന രീതിയിൽ ലേഖനങ്ങൾ എഴുതി വെച്ചവർ ഈ കുബൂരി പുരോഹിതന്മാരാണ്. എന്നിട്ട് പറയുകയാണ് മുജാഹിദുകളാണ് ഇവിടെ വലിയ ക്രൂരന്മാർ, വർഗീയവാദികൾ, തീവ്രവാദികൾ, ISISന്റെ ആളുകൾ എന്നൊക്കെ. ഈ കള്ളപ്രചരണത്തിന് തലയിക്കെട്ടും കെട്ടി ഇറങ്ങി പുറപ്പെട്ട മുസ്ലിയാക്കന്മാർ പ്രായഭേദമന്യാണ്. അതിൽ പ്രായമുള്ളവരും കണക്കന്നെയാണ്, ചെറുപ്പക്കാരും കണക്കന്നെയാണ്. കളവ് പറയാൻ വേണ്ടി ഇഹ്റാം കെട്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഈ തലയിക്കെട്ടിയ മൊല്ലാക്കന്മാർ കളവ് പറയാൻ ഇഹ്റാം കെട്ടി പുറപ്പെട്ടിരിക്കുകയാണ് എന്ന് ഇതേ തെറിയൂർ സഖാഫിയുടെ വായിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. പച്ച നോണ വിളിച്ചു പറയാം. നോണ അതിന് പ്രായമുള്ളവരും കണക്കാണ്, ചെറുപ്പക്കാരും കണക്കാര്, കുല്ലുഹും മജ്മഉൻ നോണ പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിക്കുന്നു. ഈ രീതിയിൽ അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എന്ത് തോന്നിവാസവും പറയാം, എന്ത് കള്ളത്തരവും പറയാം, ഒരു മടിയുമില്ല. ഇതില് മരിക്കണമെന്ന ചിന്ത അത് വേണ്ടേ? മരിക്കണമെന്ന ചിന്ത വേണ്ട ഇവർക്ക്. ഞാൻ അങ്ങനെ ചിന്തിച്ച് പടച്ചോനെ, ഈ കാക്കാക്ക് മരണത്തെ കുറിച്ച് യാതൊരു ബോധമല്ലേ? ചെറുപ്പക്കാരാണ്, മരണത്തിന് ഇപ്പൊ പ്രായമൊന്നും പ്രശ്നമല്ല. അതന്നെ ഞാനും ചിന്തിക്കുന്നത്. ഈ തെറിയൂർ സഖാഫിയെ പോലെയുള്ള മുസ്ലിയാക്കന്മാർക്ക് മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് അങ്ങനത്തെ ഒരു ചിന്ത തന്നെ ഇല്ലേ? ഈ രീതിയിൽ എതിരാളികളെ പച്ച കളവുകൾ പറഞ്ഞ് നേരിടുമ്പോൾ ഇനി സഹോദരങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ ഈ രീതിയിൽ വർഗീയതയും ഭീകര പ്രവർത്തനങ്ങളും നടത്തിയത് ആരാണ്? കേരള ചരിത്രം അറിയുന്ന ആളുകളാണല്ലോ നമ്മളെല്ലാം. ഇവരുടെ പുരോഹിതന്മാർ തന്നെ പലതും പറഞ്ഞു വെച്ചിട്ടില്ലേ? ഇവിടെ നേരത്തെ ഇവൻ പറഞ്ഞത് ആരാണ്? മടവൂർ ശൈഖുനെ പഠിപ്പിച്ച, മമ്പുറം തങ്ങൾ ഉപ്പാപ്പ പഠിപ്പിച്ച, വടകര നൂറ് പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ വഴികളിൽ നിന്ന് സമൂഹത്തിന്റെ മനതലങ്ങളെ മാറ്റി ഇവരുടെ വലിയ ഷെയ്ഖായ, ലോകം തന്നെ നിയന്ത്രിക്കുന്നു, അന മുദബ്ബിറുല്ലാലം, അന കുത്തുബുല്ലാലം, അന അല്ലാ എന്നിവരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ മാലിക്കുൽ മുലൂക്കൊക്കെയാണ് ആര്? ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ, മാനസിക രോഗി. ഇവിടെ ഈ മജ്ദൂബായ ഷെയ്ഖ് ഉണ്ടല്ലോ, ഈ ഭ്രാന്തനായ ഷെയ്ഖ്. ഈ ഭ്രാന്തനായ ഷെയ്ഖ് പറഞ്ഞ പച്ച വർഗീയത. പേരോട് ഉസ്താദ് ഉപ്പാക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് മഹാനായ ശൈഖുന ഖുതുബുൽ അടുക്കൽ വന്നപ്പോ കാഫിർ ചികിത്സിക്കണ്ടെന്നാണ് മറുപടി പറഞ്ഞത്. ഒരു മുസ്ലിമിന്റെ പേര്, ഡോക്ടറുടെ പേര് പറഞ്ഞപ്പോൾ ശൈഖുന പറയുകയാണ് അവൻ വഹാബിയാണ്, അവൻ മൂമിനല്ല കാഫിറാണ്. ഇയാളുടെ നാവിന്റെ പ്രസ്താവനയാണ്. പേരോടിന്റെ ഫാദറുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ പറയുന്നത് എന്താണ്? വഹാബിയായ ഒരു ഡോക്ടറുടെ അടുത്തേക്കാണ് പിതാവിനെ ചികിത്സക്ക് കൊണ്ടുപോയത്. അതുമായി ബന്ധപ്പെട്ട് ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ പറഞ്ഞു അത്രേ കാഫറിന്റെ അടുക്കൽ കൊണ്ടുപോയി ചികിത്സിക്കരുത് എന്ന്. അതായത് കാഫറിന്റെ അടുക്കൽ ചികിത്സക്ക് പോകാൻ പാടില്ല, കാഫിറായ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോകാൻ പാടില്ല എന്ന്. അത് മാത്രവുമല്ല, സെലഫിയായ മനുഷ്യൻ, അയാളെ കാഫിർ എന്താ പറയുന്നത്? ഇനി നമുക്കൊരു പുസ്തകം വായിക്കാം ഇതേ CM മടവൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ. എന്താണ് പുസ്തകം? നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടോ? CM മടവൂര് മായാത്ത മുദ്രകൾ എന്ന് പറയുന്ന പുസ്തകം. എന്താണ് ഇതിൽ പറയുന്നത്? അതിന്റെ 81ാമത്തെ പേജ്. ഇതിൽ താഴെ ഭാഗത്ത് എന്താണ് പറയുന്നത്? സെയ്ദ് മുഹമ്മദ് നിസാമിയുടെ അനുഭവത്തിൽ നിന്ന്. ഞാൻ തലശ്ശേരിയിലുള്ള ബസ്സിൽ ഇരിക്കുന്നു. കണ്ണട വെച്ച മുടിയുള്ള, തലയിൽ ടവല് ചുറ്റിയ ഒരു യുവാവ് എന്റെ സമീപത്ത് നിൽക്കുന്നു. ഫോറിൻ സുഗന്ധം അടിച്ചു വീശുന്ന ശുഭ്രവസ്ത്രധാരിയായ ആ യുവാവ് എന്നോട് ഡ്രൈവർ മുസ്ലിം ആണോ എന്ന് ചോദിച്ചു. ഞാൻ അന്വേഷിച്ചു. അല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബസ്സിൽ നിന്നിറങ്ങി. അല്ല എന്ന് പറഞ്ഞു, അദ്ദേഹം ബസ്സിൽ നിന്നിറങ്ങി. CM മടവൂർ ബസ്സിൽ നിന്നിറങ്ങി. ആരെ? മുസ്ലിം അല്ല ഡ്രൈവർ എന്ന് കണ്ടപ്പോൾ, ഒരു കാഫറാണ് ഡ്രൈവർ എന്ന് അറിഞ്ഞപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാ പറയുന്നത്. പച്ച വർഗീയതയല്ലേ? ഒരു അമുസ്ലിം ഡ്രൈവർ ആയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഈ രീതിയിൽ പച്ച വർഗീയത പറഞ്ഞ ആളാണ് ആ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ. ആ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാണ് സ്നേഹത്തിന്റെ വഴി എന്നൊക്കെ നേരത്തെ വിളിച്ചു പറഞ്ഞത്. മടവൂർ ശൈഖുനെ പഠിപ്പിച്ച, മമ്പുറം തങ്ങൾ ഉപ്പാപ്പ പഠിപ്പിച്ച, വടകര നൂറ് പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ വഴികളിൽ നിന്ന് സമൂഹത്തിന്റെ മനതലങ്ങളെ മാറ്റി. മനസ്സിലായി? എന്നെ സ്നേഹത്തിന്റെ വഴിയായത് കണ്ടത്, മനുഷ്യ സൗഹാർദ്ദത്തിന്റെ, മാനവിക സൗഹാർദ്ദത്തിന്റെ വഴിയാണിപ്പോ നമ്മൾ കണ്ടത്. ഒരു കാഫിറായവൻ ഡ്രൈവർ ആയതുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. മുസ്ലിം ആണെങ്കിൽ അവിടെ ഇരിക്കട്ടേനും, മുസ്ലിം ആണെങ്കിൽ ആ ബസ്സിൽ യാത്ര ചെയ്യട്ടേനും. ഇനി ആ പുസ്തകത്തിന്റെ 114ാമത്തെ പേജിൽ പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് വായിക്കാം. കേസും വേണ്ട, വിചാരണയും വേണ്ട എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ്ങിന് താഴെ റെഡ് ലൈൻ ഇട്ട ഭാഗം. ആക്രമിക്കപ്പെട്ട വ്യക്തി മരണപ്പെട്ടുവെന്നും മുഖ്യ സാക്ഷിയായിട്ടാണ് വിളിപ്പിച്ചതെന്നും അറിയിച്ചു. ഭീഷണികളും വിരട്ടലുകളും വേണ്ടുവോളം ലഭിച്ചു. യാദൃശ്ചികമായി മറ്റു പലരുടെയും സഹായത്താൽ തൽക്കാലം രക്ഷപ്പെട്ടു. FIR തയ്യാറാക്കിയതിൽ അവന്റെ പേരിൽ കേസുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം വിദേശത്ത് പോവേണ്ട ആവശ്യാർത്ഥം വിസയെല്ലാം ശരിയാക്കി. പക്ഷേ കേസ് പ്രതിബന്ധമായി ഭവിച്ചു. ഉടനെ ഉമ്മയെയും കൂട്ടി ഷെയ്ഖനയുടെ അടുക്കലെത്തി വിവരമറിയിച്ചു. ആരോട്? ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ വിവരമറിയിച്ചു. ഉടനെ ചോദിച്ചു. ആര്
ചോദിച്ചു, ഷെയ്ഖുന ചോദിച്ചു, ആരാണ് മരിച്ചത്, മുസ്ലിമാണോ കാഫിറാണോ? അപ്പോൾ അവര് പറഞ്ഞു കാഫിറാണ് മരണപ്പെട്ടത് എന്ന്. എന്നാൽ കേസും വേണ്ട വിചാരണയും വേണ്ട എന്ന് ആര് പറഞ്ഞു? ഇവരുടെ സ്നേഹത്തിന്റെ നിറകുടമായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ പറയുകയാണ്, കാഫിറാണെങ്കിൽ കേസും വേണ്ട വിചാരണയും വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു വിദേശത്തേക്ക് പോകണം, കേസ് അതിന് വിലക്കാണ്, എന്നാൽ കേസ് കഴിഞ്ഞു പോകാം എന്ന് പറഞ്ഞപ്പോൾ വിസ ശരിയായി, പണവും അടച്ചു, ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുകയാണ്, കേസുമില്ല വിചാരണയുമില്ല, നിനക്ക് പോകാം. അങ്ങനെ ഗൾഫിൽ പോയി. വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നപ്പോൾ ആ കേസിന്റെ ഒരു തരിമ്പ് പോലും അവശേഷിക്കുന്നില്ല. ഈ പറയുന്ന കഥയിലൂടെ എന്താണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്? അവൻ മുസ്ലിമാണ് എങ്കിൽ, കൊല്ലപ്പെട്ട ആള് മുസ്ലിമാണെങ്കിൽ കേസും വേണം, എല്ലാ പ്രശ്നവും വേണം. കാഫിറായി എന്നുള്ളത് കൊണ്ട് കേസും വേണ്ട, ഒന്നും വേണ്ട എന്ന് ഇവരുടെ സ്നേഹത്തിന്റെ നിറകുടമായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു എന്നാ പറഞ്ഞു വെക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ തന്നെ മഹത്വം പറയാൻ എഴുതി വെച്ച മറ്റൊരു പുസ്തകം നമുക്കൊന്ന് വായിക്കാം. മടവൂർ CM വലിയുല്ലാഹി. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന മടവൂർ CM വലിയുല്ലാഹി എന്ന് പറയുന്ന പുസ്തകമാണ്. ഷാഹുൽ ഹമീദ് ബാഖവി ശാന്തപുരം എഴുതിയ പുസ്തകം. അതിലെന്താണ് പറയുന്നത്? അതിന്റെ 70-ാമത്തെ പേജ്. അതിൽ പറയുന്നു, ഈ കാലത്ത് അമുസ്ലിങ്ങളോടും പുത്തനാശയക്കാരോടും ദേഷ്യമായിരുന്നു. തെറിയൂ സഖാഫിയുടെ സ്നേഹത്തിന്റെ നിറകുടമായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാ പറയുന്നത്. ആരെഴുതി വെച്ചത്? നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ എഴുതി വെച്ചത്. ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ മഹത്വം പറയാൻ, കറാമത്ത് പറയാൻ, കള്ളക്കഥകൾ പറയാൻ എഴുതി വെച്ച പുസ്തകത്തിലുള്ളതാണ് ഈ വായിക്കുന്നത്. എന്താണ് പറഞ്ഞത്? ഈ കാലത്ത് അമുസ്ലിങ്ങളോടും പുത്തനാശയക്കാരോടും ദേഷ്യമായിരുന്നു. അത് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അതിന് ശേഷവും പറയുന്നുണ്ട്. ഒക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിക്ക് തെറിയൊരു സഖാഫി. അതിനുശേഷം മതി മുജാഹിദിന്റെ മെക്കിട്ട് കയറാം. അതിന്റെ തന്നെ 114-ാമത്തെ പേജിൽ എന്താണ് പറയുന്നത്? അതാ റെഡ് ലൈൻ ഇട്ട ഭാഗം നിങ്ങളൊന്ന് വായിച്ചു നോക്കും. ഈ കാലഘട്ടത്തിൽ ഷെയ്ഖുനക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടായി പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ഷെയ്ഖുനാക്ക് കാഫറുകളെ തീരെ കണ്ടുകൂടാത്ത ഒരു കാലമായിരുന്നു. അതായത് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ ഒന്നും തീരെ കണ്ടുകൂടാ. അങ്ങനെയായിരുന്നു സ്നേഹത്തിന്റെ നിറകുടമായ ചിറ്റടിമീത്തൽ അബൂബക്കർ മുസ്ലിയാർ എന്ന മാനസിക രോഗിക്ക്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും CM മടവൂരിന്റെ ഒക്കെ മഹത്വം പറഞ്ഞു, കുറെ മഹാന്മാരുടെ ഒക്കെ മഹത്വം പറഞ്ഞുകൊണ്ടാണ് സെലഫികളുടെ മെക്കിട്ട് കയറുന്നത് കുബൂരി.